നമ്മൾ ഏത് കൺട്രിയിലാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാമോ? നമ്മളൊരു ഈ കൺട്രിയുടെ പേര് പറയത്തില്ല എപ്പോഴും, നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടേ പറയത്തുള്ളൂ. ഈ സ്ഥലം കണ്ടിട്ട് ഈ സ്ഥലം ഏത് കൺട്രിയിലാണെന്ന് പറയാമോ? നമ്മുടെ റോഡിന് രണ്ട് സൈഡിൽ നിൽക്കുന്നത് എണ്ണപ്പനകളാണ്. എണ്ണപ്പനകൾ കൊണ്ട് സമ്പുഷ്ടമായ ഒരു ഏരിയയാണ്. ഇതിനു മുമ്പ് മറ്റേ ഡേറ്റ്സിന്റെ തോട്ടങ്ങൾക്കിടയിലൂടെ പോയിട്ടുണ്ട് തുനീഷ്യയിൽ. അപ്പൊ അതുപോലെ ഇത് എണ്ണപ്പനയാണ് ഇവിടെ അത്രയും. അപ്പൊ ഇത് നമ്മൾ ഏത് കൺട്രിയിലാണ് എന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാമോ? ഗസ് ചെയ്യാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പറഞ്ഞുതരാം. പക്ഷേ ഈ ഒരു ലാൻഡ്സ്കേപ്പ് കണ്ടിട്ട് നല്ല പച്ചപ്പ് നിറഞ്ഞ എണ്ണപ്പനയാണ്. ഇതിൽ നിന്നാണ് പാം ഓയിൽ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഈ എണ്ണക്കുരുവുണ്ട് ഇതിന്റെ കായ്, ഈന്തപ്പന പോലെ തന്നെ ഇതിന്റെ കായുണ്ട്. അപ്പൊ അതിന്റെ ഇത് എടുത്തിട്ട് ആട്ടിയിട്ടാണ് പാം ഓയിൽ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഇത് വിളവൊക്കെ എടുത്ത് കഴിഞ്ഞിരിക്കുന്നതാണ്. അത് കാരണമാണ് ഇതിൻ്റെ അതൊന്നും കാണാത്ത എപ്പോഴും, അല്ലേ? ഒന്നുമില്ലല്ലോ, അല്ലെങ്കിൽ ഇവിടെ നിറച്ച് പണിക്കാരൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ അതിമനോഹരമായ എണ്ണപ്പന തോട്ടത്തിലൂടെയുള്ള യാത്രയാണ് ഇത്. ഇതെവിടെയാണെന്ന്, ഏത് കൺട്രിയിലാണെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല, നമ്മളുടെ ഇവിടുത്തെ ഒരു ഇല്ല, എപ്പോഴേ പറയണ്ട. നമ്മൾ അവർക്ക് ചിലപ്പോൾ ചിലർക്ക് അറിയാമായിരിക്കും. കണ്ടിട്ട് ഇന്ന സ്ഥലം പോലെ തോന്നുന്നുണ്ട്. ഓക്കെ, ഇത് മുഴുവൻ എണ്ണപ്പനകളാണ്. നമ്മുടെ റൈറ്റ് സൈഡിൽ ചെറിയ പന വളർന്നു വരുന്നത്, ലെഫ്റ്റ് സൈഡിലെല്ലാം വലിയ പനകളാണ്. സൈഡിലുള്ളതാണ് ഇപ്പോൾ വിളവെടുക്കുന്ന പനകളാണ്. പക്ഷെ അതെല്ലാം വിളവെടുപ്പ് കഴിഞ്ഞ് നിൽക്കുവാണ്, അതുകൊണ്ടൊന്നുമില്ല. ഇത് 2025 ഓഗസ്റ്റ് മാസമാണ്. അപ്പോൾ ഏകദേശം ഒരു കാലാവസ്ഥയൊക്കെ ഇങ്ങനെയാണ് ഈ രാജ്യത്ത്. ഓക്കെ, ഇത് ആഫ്രിക്കയല്ല കേട്ടോ, ഒരു ക്ലൂ തരാം. ഇത് ആഫ്രിക്കയിലല്ല, തുനീഷ്യയോ ടർക്കിയോ മൊറോക്കോയോ ഒന്നുമല്ല, ഗൾഫല്ല, ഗൾഫ് കൺട്രീസും അല്ല. ഒരു വണ്ടി പോലും ഇല്ല ഇതിലെ കൂടെ. നമ്മൾ എത്ര നേരം ഇതിലെ കൂടെ പോയാൽ വണ്ടികളൊക്കെ കാണും. നമ്മൾ പണ്ട് സ്കോട്ട്ലാൻഡിലൂടെ പോയപ്പോഴത്തേക്ക് 1 മണിക്കൂറൊക്കെ ഒരു വണ്ടിയും കാണാതെ നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്, അല്ലേ? 1 മണിക്കൂർ കൂടുതൽ, 2 മണിക്കൂറെങ്കിലും എടുക്കും ചില എന്താ N500 ആ ഹൈവേയിലൂടെ പോയാൽ. സോ ഇതതുപോലെ ഒരു ഏരിയയാണത്. ആകപ്പാടെ ഒരു കാൽനട യാത്രക്കാരൻ മാത്രമേ കാണുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അവനെ കണ്ടിട്ട് ഏത് രാജ്യക്കാരനാണെന്ന് തോന്നുന്നുണ്ട് നിങ്ങൾക്ക്? അവനെ കണ്ടിട്ട് ഏത് രാജ്യമെന്ന് തോന്നുന്നുണ്ട്? ശ്രീലങ്ക അല്ല കേട്ടോ, സ്പാനിഷോ സ്പാനിഷും അല്ല, ശ്രീലങ്കയും അല്ല. റോഡ് അത്ര പോരാ. ഇതെല്ലാം ക്ലൂകളാണ് കേട്ടോ. ഈ നടുക്ക് നിൽക്കുന്ന ഈ മരം നോക്കിയാണ് ആഫ്രിക്കയുടെയൊക്കെ നിൽക്കുന്ന മരങ്ങളെ കൊണ്ട്. പക്ഷേ ഇത് ആഫ്രിക്ക അല്ല കേട്ടോ, ആഫ്രിക്കയല്ല, തുനീഷ്യയല്ല, ടർക്കിയല്ല, മൊറോക്കയല്ല. പക്ഷെ എണ്ണപ്പന തോട്ടങ്ങളുണ്ട്. മലയുണ്ട് മുന്നില്, മലയുണ്ട്. പിന്നെ എന്തെങ്കിലും ക്ലൂ തരാൻ പറ്റിയ ലാൻഡ്സ്കേപ്പോ എന്തെങ്കിലും സംഭവങ്ങളിവിടെ ഉണ്ടോ കണ്ടുപിടിക്കാൻ പറ്റിയ? ഒന്നുമില്ലല്ലേ? വാഴയൊക്കെ ഉണ്ട് ഇവിടെ അല്ലേ, നമ്മുടെ നാട്ടിലെ പോലെ അല്ലേ? വാഴയുണ്ട്, തെങ്ങുണ്ട്. കൊങ്ങണിപ്പൂ പറിക്കായിരുന്നു അത്ത ഇടാൻ. പക്ഷേ നേരെ കാണുന്ന നോക്കിയാൽ നേരെ കാണുന്ന ഇതിൽ വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണത്തില്ലല്ലേ ആ മലയുടെ മുകളൊക്കെ? സൂപ്പർ. ആ മലയുടെ മുകളിലാണോ? അത് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറഞ്ഞു ഇത് നമ്മൾ ജുറാസിക് പാർക്ക് എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ആർക്കെങ്കിലും അറിയാമോ? ജുറാസിക് പാർക്ക് ഇല്ല, അതും അറിയത്തില്ല. ജുറാസിക് വേൾഡ് ഏറ്റവും അവസാനത്തെ സീരീസ് ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ആർക്കറിയാം? അതും അറിയത്തില്ല.
പർവ്വതനിരകൾ കണ്ടിട്ട് ഇതൊരു ഐലൻഡ് ആണെന്ന് തോന്നുന്നു. ഇനിയിപ്പോ പറയേണ്ടി വരത്തില്ല. മുന്നിൽ അതാ നല്ലൊരു ക്ലൂ വരുന്നു. വലിയൊരു ക്ലൂവുമായിട്ട് ഒരാൾ നമ്മുടെ മുമ്പിൽ വന്ന കാരണം നമ്മൾ പറയാം. ഇത് ആൻസർ ആണത്. ഇന്ത്യ മഹാരാജ്യത്തിൽ തന്നെയാണ് നമ്മളുള്ളത് കേട്ടോ. ഇന്ത്യ മഹാരാജ്യത്തിലെ ടുക് ടുക് എന്ന് പറയുന്ന വാഹനമാണ് ആ പോയത്. ടുക് ടുക് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ കേരളത്തിൽ തന്നെ ഉണ്ട്. കേരളത്തിൽ ഏത് ജില്ലയിലായിരിക്കും ഈ സ്ഥലം എന്ന് ഗസ് ചെയ്യാം. എണ്ണപ്പന തോട്ടങ്ങളുള്ള ഇതുപോലെ ഈ തുനീഷ്യ, ടർക്കി എന്ന് പറയുന്ന സ്ഥലങ്ങളിലൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന തരത്തിൽ രണ്ട് സൈഡിലും എണ്ണപ്പന തോട്ടങ്ങളുള്ള എന്നാലധികം ജനവാസമില്ലാത്ത ഒരു സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇന്ത്യയിലാണെന്ന് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു, കേരളത്തിലാണെന്നും പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ സ്ഥലം ഉണ്ടാവാൻ സാധ്യതയുള്ള നോർത്ത് കേരളത്തിലാണോ, അതേ സൗത്തിലാണോ, അതേ മിഡാണോ, എവിടെയായിരിക്കും? തൊടുപുഴയൊക്കെയാണ് ഇങ്ങനത്തെ ഒരു ഇത് വരണല്ലേ. തൊടുപുഴയൊക്കെ പോയാൽ ഇങ്ങനത്തെ നല്ല ഇടുക്കി, തൊടുപുഴ അല്ലെങ്കിൽ വയനാട് ഇങ്ങനെയൊക്കെയുള്ള ലാൻഡ്സ്കേപ്പ്. അപ്പം എനി ഗസസ്? നോ ഗസസ്. അപ്പം ഞാൻ പറഞ്ഞുതരാം. ഇത് ഇന്ത്യ മഹാരാജ്യത്തിൽ കൊല്ലം ജില്ലയിൽ അല്ല, കേരളത്തിൽ കൊല്ലം ജില്ലയിലുള്ള ഒരു സ്ഥലമാണ്. പഞ്ചായത്തും കൂടെ പറഞ്ഞുതരാം. താലൂക്ക് കൊട്ടാരക്കര. നമ്മൾ കൊട്ടാരക്കര വരെ എത്തി. പക്ഷേ ഇത് കൊട്ടാരക്കരയിൽ നിന്ന് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ദൂരമുള്ള ഒരു സ്ഥലമാണ്. പഞ്ചായത്ത് പറയുമ്പോൾ കുറച്ചുകൂടെ അടുത്തെത്തി നമ്മൾ. ചിതറ എന്ന് പറയുന്ന പഞ്ചായത്തിൽ ഉള്ള ഒരു എണ്ണപ്പനത്തോട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വേറെ കാര്യമുണ്ട്. ഇതിന്റെ പുറകിലുള്ള സ്റ്റോറി എന്താണ്? നമ്മൾ ഈ എണ്ണപ്പനത്തോട്ടത്തിൽ ഇപ്പോൾ വരാനുണ്ടായ കാരണം? ഇതിന്റെ പുറകിലുള്ള സ്റ്റോറി എന്ന് പറഞ്ഞാൽ നമ്മൾ തുനീഷ്യയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവിടെ ഒരുപാട് ഡേറ്റ്സിന്റെ തോട്ടങ്ങൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. മരുഭൂമിയാണ് അവിടെ അത്രയും. ഈ മരുഭൂമിയിൽ ഒരു ഡേറ്റ്സ് ഇങ്ങനെ വളർത്തുന്ന സ്ഥലങ്ങൾ, അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, നമ്മളുടെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് ഒരു അരമണിക്കൂറിനുള്ളിലുള്ള സ്ഥലത്ത് ഇതുപോലെയുള്ള തോട്ടം ഉണ്ടെന്ന്. ഞാൻ അന്ന് ഡേറ്റ്സിന്റെ തോട്ടം എന്നാണ് പറഞ്ഞത്. അതൊരു ചെറിയ വശകായിപ്പോയി. പക്ഷെ എണ്ണപ്പന തോട്ടമാണ് കേട്ടോ ഇത്. അപ്പോൾ വെറും അരമണിക്കൂർ ഇല്ല, കഷ്ടി ഒരു 20 മിനിറ്റ്. നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് മധുരയാണ്. മധുര, കൊല്ലം ജില്ലയിലുള്ള മധുര എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലം. ആ മധുരയിൽ നിന്ന് 20 മിനിറ്റ് നമ്മൾ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ചിതറയിൽ 20 മിനിറ്റ് വേണ്ട, ഈ സ്ഥലത്തെത്താൻ. ചിതറ വന്നിട്ട് അവിടെയുള്ള സ്ഥലമാണ്. ചിതറയിൽ നിന്ന് ചണ്ണപ്പേട്ട എന്ന് പറയുന്ന ചണ്ണപ്പേട്ട അഞ്ചൽ റൂട്ടിൽ പോകുന്ന ആ ഒരു റൂട്ടിലുള്ള സ്ഥലമാണിത്, ഈ എണ്ണപ്പനത്തോട്ടം. ഇത് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ അണ്ടറിലുള്ള പ്രൈവറ്റാണ്. നല്ല ഏക്കർ കണക്കിന് നീണ്ടു കിടക്കുന്ന ഒരു എണ്ണപ്പനത്തോട്ടമാണ്. നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറേ ഉണ്ട് റോഡുകളും, പക്ഷെ അങ്ങോട്ടൊന്നും പോകുന്നില്ല നമ്മൾ. പക്ഷേ ഈ എണ്ണപ്പനത്തോട്ടം കഴിഞ്ഞിട്ട് ഇതിനെക്കാട്ടിയും വിചിത്രമായ വേറൊരു സംഭവമുണ്ട്. ഇവിടെ ഒരു ഭയങ്കര മലയുണ്ട്. ആ മലയുടെ മുകളിലൊരു അമ്പലമുണ്ട്. അപ്പൂപ്പൻ കാവ് എന്നാണ് അമ്പലത്തിൻ്റെ പേര്. ആ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത, ഭയങ്കര ഒരു പ്രത്യേകത ഉണ്ട്. അത് നമ്മൾ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. അത് അവിടെ ചെന്നിട്ട് പറയാം എന്താണെന്നുള്ള പ്രത്യേകത. ഈ മലയുടെ മുകളിൽ ആണ്. പക്ഷെ വണ്ടി കയറുകയൊക്കെ ചെയ്യും. ഈ വണ്ടിയുടെ ഒരു അവസ്ഥ, ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ഇത് കയറുമെന്ന് അറിയത്തില്ല. ഓട്ടോറിക്ഷ കയറി പോകുന്നതാണ്. അതുകൊണ്ട് നമ്മളുടെ ഈ വീഡിയോയിൽ വലത് സൈഡിൽ മുകളിൽ കോർണറിലായിട്ട് ഇങ്ങനെ ഒരു മല മുകളിലോട്ട് നീണ്ട് അതിൻ്റെ ഒരു അറ്റം മാത്രം കാണാം. അതിൻ്റെ മുകളിലാണ് നമ്മൾ പോകാനുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോൾ പറയാം ആ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത്. കേരളത്തിൽ വേറെ എവിടെയെങ്കിലും അത്രയും പ്രത്യേകതയുള്ളൊരു ക്ഷേത്രം ഉള്ളതായിട്ട് നമുക്കറിയത്തില്ല. ഇവരെല്ലാം ഈ എണ്ണപ്പനത്തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന സ്ത്രീകളാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ചിട്ട് അവർ പോവാണ്, വീടുകളിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. ഇത് ഇന്ത്യയിലുള്ള, കേരളത്തിലുള്ള, കൊല്ലം ജില്ലയിലുള്ള ചിതറ പഞ്ചായത്തിലുള്ള ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന പ്രൈവറ്റ് കമ്പനിയുടെ അധീനതയിലുള്ള ഒരു എണ്ണപ്പനത്തോട്ടമാണ്. ഇവിടെ ആൾക്കാർക്ക് ഇതുപോലെ ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും. നല്ല രസമാണ്. നമുക്കിപ്പോൾ 4 ചുറ്റിനുള്ള വ്യൂ ഇപ്പോൾ ഞാൻ ഇതിൽ ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്, കാണുന്നില്ല. അപ്പം പക്ഷേ ഫ്രണ്ടിൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാക്കാൻ പറ്റും അല്ലേ.
വരിക, കാറിലോ ബൈക്കിലോ ഓട്ടോറിക്ഷയിലോ ഒക്കെ ഇവിടെ വരിക, ഈ സ്ഥലത്തിൻ്റെ ഭംഗി ആസ്വദിക്കുക. ഇത് മധുരക്കാർക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഈ വീഡിയോ. ഇവിടെ വന്നിട്ടില്ലാത്തവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. വന്നിട്ടുള്ളവർ ഒരുപാടുണ്ട്, നമുക്കറിയാം. എന്നെ കൊണ്ടുവന്നത് നമ്മുടെ ഒരു സുഹൃത്തും വഴികാട്ടിയുമായ ചാക്കുപിള്ളയാണ്. സോ ചാക്കോണ്ണനാണെന്നാണ് എന്നെ ആദ്യമായിട്ട് ഇവിടെ കൊണ്ടുവന്നത്. സോണല്ല, ചാക്കോണ്ണനാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ എണ്ണപ്പനത്തോട്ടം. ആ എണ്ണപ്പനത്തോട്ടത്തിൻ്റെ അവസാന ഭാഗത്തിലോട്ട് എത്തിക്കഴിഞ്ഞു. നമ്മൾ ഇവിടുന്ന് പോകാൻ പോണത് അപ്പൂപ്പൻ കാവ് എന്ന് പറയുന്ന കുന്നിൻ്റെ മുകളിലുള്ള ക്ഷേത്രം എന്ന് പറഞ്ഞാൽ കുന്നിൻ്റെ മുകളിൽ, കുന്നിൻ്റെ ഉച്ചിയിലാണ് കേട്ടോ. പക്ഷെ അത് കയറും, ഫസ്റ്റിൽ ഞാൻ കയറ്റും. അപ്പോൾ ഇത് കുന്നിൻ്റെ ഉച്ചിയിലുള്ള ക്ഷേത്രത്തിലോട്ടാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത്. സോ വെയിറ്റ് ആൻഡ് സീ. അതാണ് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട്. ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടുന്ന് നമ്മൾ എവിടെയാണ് പോകുന്നത്? ഇല്ല, എനിക്ക് എൻ്റെ ബലമായ സംശയം നമ്മൾ അങ്ങോട്ട് പോകുന്ന കണ്ടപ്പോഴത്തേക്ക് അവിടെ ഒരാൾ നോക്കണ്ടായിരുന്നു. അയാൾ വിളിച്ച് പറഞ്ഞാണ് ചെക്ക് പോസ്റ്റിലെ വണ്ടി വീഡിയോ ഒക്കെ എടുത്ത് വരുന്നുണ്ടെന്ന്. അപ്പോൾ അവർക്ക് ആരെങ്കിലും കാണുവാണെങ്കിലേ അവർക്ക് സാരിയൊക്കെ കൊടുക്കാനുള്ള പ്രായം ആയോ കുട്ടിക്ക്? ഇല്ല. അപ്പോൾ ഇതാണ് നമ്മൾ പോകാൻ പോണത്. ഒരു ഗ്രാമ അന്തരീക്ഷത്തിലൂടെ കണ്ട ഒരു നല്ല നീളമുള്ള മുടിയൊക്കെ ഉള്ള ഒരു ഗ്രാമീണ കണ്ട അമ്പലത്തിലെ പാട്ടാണ് കേൾക്കുന്നത്. കണ്ടോ? കണ്ടില്ല, കേൾക്കാം. ആ, അപ്പോൾ അത് കണ്ടോ, ഒരു നല്ലൊരു വൈബുള്ള ഒരു വില്ലേജാണിത്. ആ വില്ലേജിലൂടെയുള്ള യാത്രയാണ് നമ്മൾ കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ പേര് നമ്മളിപ്പോൾ ചിത്രയിൽ തന്നെ പറയേണ്ടി വരും. അല്ലാതെ ഇതിന് പ്രത്യേകിച്ചൊരു പേരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വീഡിയോ അത്ര ക്ലിയർ അല്ലെന്ന് തോന്നുന്നു, ക്ഷമിക്കുക. പക്ഷേ നമ്മൾ ഇത് വണ്ണിൽ വെച്ചില്ലെന്നുണ്ടെങ്കിൽ ഫുൾ വ്യൂസ് കാണാതെ പോകും. അതുകൊണ്ടാണ് നമ്മൾ വണ്ണിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് പോകാൻ പോണത് അപ്പൂപ്പൻ കാവ് അമ്പലത്തിലോട്ടാണ്. ഒരു 5 to 10 minutes. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പോൾ നമ്മൾ വൈകുന്നേരം ചുമ്മാ ഇരുന്നപ്പോഴത്തേ നമ്മൾ വിചാരിച്ച് വെറുതെ ഇരിക്കുകയല്ലേ, കളയാം. അപ്പോഴാണ് ഈ സ്ഥലത്തിൻ്റെ കാര്യം ആലോചിച്ചത്. നമ്മളുടെ തൊട്ടടുത്ത് നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ട്. നമ്മൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പോകുമെങ്കിലും നമ്മളുടെ വീടിൻ്റെയൊക്കെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് കണ്ട നോക്കിയാണ് ഇവിടുത്തെ ഒരു വൈബൊക്കെ നോക്കി. പട്ടിയൊക്കെ പുകയൊക്കെ അടിച്ച് നിൽക്കുന്നു. നല്ല പൂവ്, കടലാസ് ചെടി അല്ലേ? അത് കടലാസ് ചെടി നല്ല ആണാണ്. കടലാസ് ചെടി അല്ല. ഇവിടെ ഒരു ആൽമരമുണ്ട്. ഈ ആൽമരത്തിന്റെ അവിടെ നിന്ന് നമ്മൾ വലത്തോട്ട് പോകണം. ഇങ്ങനെ ഒരു കാണിക്ക വഞ്ചിയൊക്കെ ഉണ്ട്. കാണിക്ക വഞ്ചിയൊക്കെ ഉണ്ട്. അങ്ങനെ പോണം. വേണ്ട, ഇവിടെ നമ്മൾ ഇങ്ങോട്ട് തിരിക്കും. ഇവിടെ ലൈറ്റ് കറക്റ്റ് ഓപ്പോസിറ്റ് അടിക്കുന്ന കാരണം വീഡിയോ കാണാൻ പോയി. അങ്ങനെ വീഡിയോ ഒന്ന് പോസ് ചെയ്യാൻ പോവാണ്. ഇനി ഒരു ക്ലിയർ ആയിട്ടുള്ള സ്ഥലം വരുമ്പോൾ ഇടാം. വരേണ്ടി വരും. അല്ല, ഇതല്ലാതെ വേറെ റോഡുണ്ട് കേട്ടോ. ഇതാണ് പക്ഷെ അടുത്തുള്ള റോഡെന്നുള്ള ഒരു ധാരണയിലാണ് ഞാൻ ഇതുവഴി വന്നത്. പക്ഷെ നമുക്ക് നോക്കാം. വേറെ കുഴിയിലെങ്ങാനും പോവോ? പോവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന എങ്ങോട്ടാണ്? അപ്പൂപ്പൻ കാവ് ക്ഷേത്രത്തിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇവിടെയൊക്കെ ആൾക്കാർ ജീവിക്കുന്നു എന്ന് പറയുന്നത്. അവിടെ റോഡ് അവസാനിച്ചേക്കല്ലേ? ഇതുവഴി അല്ലെന്ന് എനിക്ക് സംശയമുണ്ട്. ഇതുവഴി അല്ല. അപ്പം നമ്മൾ വഴി തെറ്റി. അപ്പം നമ്മൾ തിരിച്ചു പോവാണ്. നമ്മൾ
തിരിച്ചു പോയിട്ട് വേറൊരു വഴി ഇറങ്ങേണ്ടി വരും കേട്ടോ. നമുക്ക് വേറൊരു വഴിയുണ്ട്, ആ വഴി പോവാം. ഞാൻ വിചാരിച്ചു ഇതിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമല്ലേ, ഇതുവഴി പോയാൽ ചിലപ്പം ഭൂമി ഉരുണ്ടതല്ലേ എത്തുമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ വിചാരിക്കാൻ പാടില്ല. മറ്റേ വഴി നമ്മൾ പ്രോപ്പർ വഴിയാണെങ്കിൽ റോഡിൽ കൂടെ കുറച്ചുകൂടെ ദൂരം പോകണം. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോഴുള്ള വ്യൂ കറക്റ്റ് ക്ലിയർ ആവുകയും ചെയ്യും. കണ്ട, അടിപൊളി. അപ്പോൾ നമ്മൾ അപ്പൂപ്പൻ കാവിലോട്ടുള്ള യാത്ര തുടരുകയാണ്. വഴി തെറ്റി നമ്മൾ വഴി തെറ്റിയതല്ല, അതുവഴി എനിക്ക് തോന്നുന്നത് വണ്ടി പോകാനുള്ള സാധ്യത കുറവാണ് കാണുന്നത്. അതുവഴി പോവാം, കാര്യം അവിടെയാണ് സംഭവം, ആ മലയുടെ മുകളിലാണ് കേട്ടോ. ഇതുവഴി ഈ വണ്ടിയെ കൊണ്ടേ വള്ളംകളി എന്നൊക്കെ ആൾക്കാർ വൈകുന്നേരത്ത് കാടും പടലൊക്കെ പറിച്ച് ഓണം വരുത്തുവാണ് എല്ലാവരും. എവിടെയൊക്കെ ഓണം വന്നു എല്ലാവർക്കും. കാടൊക്കെ പറിക്കുമ്പോഴാണ് ഓണം വരുന്നത്. നമ്മുടെ നാട്ടിലുള്ളവരെല്ലാവരും ഓണത്തിന് കാടൊക്കെ ചെത്തി വഴിയൊക്കെ ക്ലിയർ ആക്കി അങ്ങനെ ഓണം വരുത്ത് വരും. ഈ വീഡിയോ നമ്മൾ 17 മിനിറ്റ് ആയതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് തുടങ്ങിയാലോ. ഈ വണ്ടി പോകാനുള്ളൊരു സാധ്യത കാണുന്നില്ല, അവിടെ കല്ലൊക്കെയാണ്. വളരെ മാന്യമായ ഒരു ഡ്രൈവർ. താങ്ക് യു. വളരെ മാന്യനായ ഒരു ഡ്രൈവർ നമുക്ക് സ്ഥലം തന്നു. താങ്ക് യു. അല്ല, എനിക്കറിയാം, പ്രോപ്പർ വഴി എനിക്കറിയാം. ഇതുവഴി കുറുക്ക് വഴി ഉണ്ടെന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. നമ്മളിനി എപ്പോഴും പോകുന്ന വഴി കൂടെ പോവാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ചിതറയിലോട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വേറെ എങ്ങും പോകുന്നില്ല. ചിതറയിലോട്ട് തിരിച്ചു പോയിട്ട് അവിടെ നിന്നാണ് അപ്പൂപ്പൻ കാവിലോട്ടുള്ള മെയിൻ വഴി. ഓക്കെ, ഞാൻ വിചാരിച്ചു നമ്മളാ കുഞ്ഞിക്കടയിൽ നിന്ന് ഒരു ചായ കുടിക്കേണ്ടതായിരുന്നു. ഏതൊരു കുഞ്ഞിക്കട കണ്ടില്ല? ഇല്ല, അറിയണ്ടേ എപ്പോഴേ. അപ്പൊ നമ്മളാ അപ്പൊ നിങ്ങൾ അപ്പൂപ്പൻകാവ് ക്ഷേത്രത്തിൽ പോയിട്ടില്ല ഇതുവരെ അല്ലേ? ഓ, ആ ക്ഷേത്രത്തിന്റെ പ്രത്യേകത ഞാൻ അവരടുത്ത് പറഞ്ഞതുമില്ലല്ലോ. ഇതുവഴി പോയാൽ പറ്റുമെന്ന് തോന്നുന്നു. ചോദിക്കട്ടെ, ഇവിടെ എങ്ങനെയാണെങ്കിൽ ഇതുവഴി അത്രയും ദൂരം പോകണ്ടായിരുന്നു. ജംഗ്ഷനാണ് ഈ അപ്പൂപ്പൻകാവ് ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയ ഇതുവഴി. ആ, ഇതുവഴി വലത് വലത് വലത്. ശരി, താങ്ക് യു. ഓക്കെ, അപ്പം നമ്മൾ വീണ്ടും ആ വഴിക്ക് പകരം മറ്റൊരു വഴിയിലെത്തി. ഇനി നമ്മളിത് ഇത് പോസ് ചെയ്യാൻ പോകണം കേട്ടോ. അടുത്ത വീഡിയോ കാണാം. നമ്മൾ അപ്പൂപ്പൻ കാവിലോട്ടുള്ള യാത്ര തുടരുകയാണ്. നമ്മൾ ഇടയ്ക്ക് വെച്ച് കുറേ വെയിലുള്ള സ്ഥലം, ഭയങ്കര വെയിലും വെളിച്ചമൊക്കെ ആയത് കാരണേ വീഡിയോ നല്ലോണം കാണാൻ വയ്യായിരുന്നു. അത് കാരണമാണ് പോസ് ചെയ്തത്. ഒരു 2-3 മിനിറ്റ് അത്രേ ഉള്ളൂ മിസ്സായിട്ടുള്ളൂ കേട്ടോ. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. കാണുന്ന മലയുടെ മുകളിലാണ് കേട്ടോ. ആ വലതുവശത്ത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റത്തില്ല, ഞാനിവിടെ പറയുന്നതാണ്. വലതുവശത്ത് ആയിട്ടുള്ള മലയുടെ മുകളിലാണ് ആമ്പലിരിക്കുന്നത്. കാറിൻ്റെ ഡാഷ്ബോർഡിലുള്ള കുറച്ച് കാരണം വീഡിയോ അത്ര ക്ലിയർ അല്ല, ക്ഷമിക്കുക. ഏത് ഈ റബ്ബറോ? ആ, what a road. റോഡ് വളരെ മോശമാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? ഇതുവഴി മെയിൻ റോഡിൽ അതേ ആ കാണുന്ന മലയുടെ മുകളിലാണ്. നമ്മൾ അവിടെ നിന്നാണ് വന്നത് കേട്ടോ. കേട്ടോടി, അവിടെ നിന്നാണ് നമ്മൾ വന്നത്. കണ്ണങ്കോട് നടക്കും. കണ്ണങ്കോട്, യെസ്. നല്ല റബ്ബർ തോട്ടങ്ങൾ. അപ്പൊ നമ്മൾ അപ്പൂപ്പൻകാവ് ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത എന്താ നമ്മൾ പറയാന്ന് പറഞ്ഞില്ലല്ലോ. പ്രത്യേകത ഇത്രയേ ഉള്ളൂ. അപ്പൂപ്പൻ കാവിൽ അപ്പൂപ്പൻ
അപ്പൂപ്പൻകാവ് ക്ഷേത്രത്തിന്റെ മെയിൻ പൂജാ സാധനം അല്ലെങ്കിൽ പൂജയായിട്ട് ആൾക്കാർ ആ അമ്പലത്തിൽ കൊണ്ടുപോകുന്നത് കള്ളാണ്. വിസ്കി, റമ്മ്, ബ്രാൻഡി, പനങ്കള്ള്, തെങ്ങും കള്ള്, അങ്ങനെയുള്ള എനി ടൈപ്പ് ഓഫ് ആൽക്കഹോൾ. ആൽക്കഹോളാണ് അവിടുത്തെ പൂജ. അവിടെ ഒരു പറച്ചിലുണ്ട്, ഒരു തമാശക്കാണോ അത് സീരിയസ് ആയിട്ടാണോ പറയണമെന്ന് എനിക്കറിയത്തില്ല. അവിടെയുള്ള പൂജാരികൾ 1-2 വർഷത്തിൽ അവിടെ പൂജ തുടങ്ങിക്കഴിഞ്ഞാൽ 1-2 വർഷത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കത്തില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് തമാശയായിട്ടാണോ സീരിയസ് ആണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അതിൻ്റെ ഒരു ലോജിക്ക് പറയുന്നത് അവിടുത്തെ പൂജിക്കാൻ കൊടുക്കുന്ന സാധനം കള്ളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള പൂജാരികൾ അവരൊക്കെ എന്നും ലാവിഷായിട്ട് ഈ കള്ളുള്ളത് കൊണ്ട് അവരത് കുടിക്കുകയും അവരുടെ ലിവർ കരിഞ്ഞു പോവുകയും അങ്ങനെ അവിടെ ഉള്ള ആൾ ജീവിച്ച് 1-2 വർഷത്തിൽ കൂടുതൽ ജീവിക്കാതെ മരിച്ചു പോവുകയും ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. അത് തമാശയായിട്ട് പറയുന്നതാണോ സീരീസ് ആണോ? അതായത് ഇവിടെയാണ് കേരളം. വേണ്ട, അതെ കുന്നിൽ അപ്പൂപ്പൻ ക്ഷേത്രം, അപ്പൂപ്പൻകാവല്ല കേട്ടോ, കുന്നിൽ അപ്പൂപ്പൻ ക്ഷേത്രം ട്രസ്റ്റ് ആണ്. അപ്പൊ അതെ ഇതുവഴിയാണ് നമ്മൾ കയറി പോകാനുള്ളത്. ഫോട്ടോ എടുക്കുന്ന മല കയറുമെന്ന് അറിയില്ല. നമ്മളവിടെ കാർ താഴ്ത്തിട്ട് നടക്കേണ്ടി വരും മുകളിലോട്ട്. 2 ചുറ്റും റബ്ബർ തോട്ടങ്ങൾ. അപ്പൊ കുന്നിൽ അപ്പൂപ്പൻ ക്ഷേത്രത്തിലേക്ക് ഇനി വെറും 5 മിനിറ്റ് യാത്ര മാത്രമേ ഉള്ളൂ. 5 മിനിറ്റ് കൊണ്ട് നമ്മൾ കുന്നിൽ അപ്പൂപ്പൻ ക്ഷേത്രത്തിന്റെ മുകളിലെത്തും. കുന്നിൽ അപ്പൂപ്പൻ ക്ഷേത്രം എന്നല്ലേ കിടന്നത് അല്ലേ? ഇവിടെ പണ്ട് ഒരു കാർ ഈ കുഴി പോയിട്ടുണ്ട് കേട്ടോ. അതായത് മുകളിൽ നിന്ന് വരുന്ന സമയത്ത് അന്ന് ഇതിലൊന്നുമില്ല, വേലിയില്ല. അവർക്ക് വഴി രാത്രിയിലെങ്ങാണ്ട് വന്നതാണ്, വഴി അറിഞ്ഞൂടായിരുന്നു, നേരെ കുഴി പോയി. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അവിടെ. സോ അപ്പം നമ്മൾ കുന്നിൽ അപ്പൂപ്പൻ ക്ഷേത്രത്തിലോട്ട് പോകാൻ പോവുകയാണ്. എത്തിക്കഴിഞ്ഞു. നമ്മൾ കയറ്റം കയറി പോകണം. ഇതിലൂടെ ഓട്ടോറിക്ഷ കയറി പോകുന്നതാണ് കേട്ടോ. നമ്മൾ പണ്ട് വരുമ്പോൾ നമ്മളായിരിക്കും ഈ വണ്ടിക്ക് ഇതിനുള്ള പവർ ഉണ്ടോ, കയറി പോകുമോ നമ്മളിങ്ങനെ വിചാരിക്കും. പക്ഷേ ഓട്ടോറിക്ഷയൊക്കെ കയറി പോകില്ല ഇവിടെ. ഫസ്റ്റിലേ പോകത്തുള്ളൂ പക്ഷേ കേട്ടോ, സെക്കൻഡിലൊന്നും കയറത്തില്ല. ഫസ്റ്റിലിട്ട് പിടിക്കണം. ഫാസ്റ്റിലിട്ട്. ചക്കിക്ക് എന്താണ് തല ഇറങ്ങുന്നോ? ചക്കി പിന്നെന്താണ് തുരിഞ്ഞിരിക്കുന്നത്? അപ്പൂപ്പൻ ക്ഷേത്രം തിരിച്ച് പക്ഷേ സുഖമായിട്ട് ഇറങ്ങി. കണ്ട ഓട്ടോറിക്ഷ കയറി പോയത് കണ്ട. എൻ്റെ ഇടയിൽ അവരൊരു ഇതും കൂടെ കൊണ്ട് ചെയ്യുന്നൊരു ഹമ്പ്. ശബരിമല പോകുന്നതിന് തുല്യം കേട്ടോ. മലയുടെ മുകളിൽ ഇനി സെക്കൻഡിൽ കയറി പോകും. കണ്ട, ഇതാണ് കുന്നിൽ അപ്പൂപ്പൻ ക്ഷേത്രം. ഇനി ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടിട്ട് നിങ്ങൾ വാ പൊളിക്കും കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും വാവ്, ഇങ്ങനെയുള്ള സ്ഥലം നമ്മളുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് വെറും 20 മിനിറ്റ് അകലെ ഉണ്ടായിരുന്നോ എന്ന് നിങ്ങൾക്ക് തോന്നും. കല്ലുകളൊന്നും തെളിച്ചിട്ടൂടെ മരത്. നോക്കിക്കോ, വണ്ടിയെ തിരിച്ച് നോക്കൂ, അങ്ങോട്ട് നോക്കിക്കോ. എത്തിയിരിക്കുന്നു. ഇപ്പൊ നമ്മള് കുന്നിൽ അപ്പൂപ്പൻ ക്ഷേത്രത്തിന്റെ നെറുകയിലെത്തി. അതാണ് ആ ക്ഷേത്രം കേട്ടോ. ഇവിടെയാണ് കള്ള് പൂജിക്കുന്ന ക്ഷേത്രം. ഇനി ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിക്കോളൂ. ഫുള്ള് പൊന്മുടി മുല്ല കാണാം. അതാണ് പൊന്മുടി എടി, അതാണ് പൊന്മുടി. ഇതാണ് കുന്നിൽ അപ്പൂപ്പൻ ക്ഷേത്രം. ചിതറ കണ്ണങ്കോട് എന്ന് പറയുന്ന സ്ഥലത്തുള്ളതാണ് കേട്ടോ. ഇത് കൊല്ലം ജില്ലയില്. നല്ല വ്യൂ ആണ് അങ്ങ് ദൂരെ. ആ കാണുന്നേടി പൊന്മുടി. ദേ ആ കാണുന്നതാണ് പൊന്മുടി കേട്ടോ. അതാണ് പൊന്മുടി.
അവിടെയാണ് മറ്റേ ആ പനത്തോട്ട വീടിന്റെ താഴെ കൂടെയാണ് നമ്മൾ പോയത്. ഉള്ളിലാണ് അമ്പലം കേട്ടോ. ഇതാണ് ചിതറയിലുള്ള കുന്നിൽ അപ്പുപ്പൻ ക്ഷേത്രം. ഇവിടുത്തെ മെയിൻ പൂജ കള്ളാണ് കേട്ടോ. അതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് ഞാൻ പറഞ്ഞത്. നമ്മൾ ബാക്കി വേറെ എനിക്ക് കേരളത്തിൽ വേറെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ അതുമാത്രം മെയിനായിട്ട് പൂജിക്കുന്ന ഒരു ക്ഷേത്രം ഉണ്ടോയെന്ന് സംശയമുണ്ട്. വേറെ അല്ലാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഒരു അമ്പലം, ഒരു ആൽമരം, അങ്ങനത്തെ ഒരു മരം ഉണ്ട് അവിടെ കേട്ടോ. മരത്തിൻ്റെ ചുവട്ടിലാണ് നമ്മൾ അവരുടെ പ്രൈവസിയും കാര്യങ്ങൾ അമ്പലത്തിൻ്റെ ഒരു ഇതൊക്കെ ഒരു പവിത്രതയൊക്കെ മാനിച്ച് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറി വീഡിയോ എടുക്കുന്നില്ല. ഇവിടെ നിന്നിട്ടുള്ള കാഴ്ചകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇതാണ് സ്ഥലം. അതെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ വണക്കം.